വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് തിരുവല്ല സ്റ്റുഡിയോക്കാണ്. നമ്മളവിടെ നിന്ന് ഇതിന് 3-4 ടോപ്പ് എടുത്തിരുന്നു. അതിലൊരാൾക്ക് ടോപ്പ് എക്സ്ചേഞ്ച് ചെയ്യണം. ഇവൾക്കാണ് ടോപ്പ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ളത്. ഇതിവിടെ ഇതിന് പതിവുള്ളതാണ്. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയപ്പോഴാണെങ്കിലോ അവിടെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പുതിയ കളക്ഷൻസൊക്കെ വന്നിരുന്നു. പുതിയ ഡിസ്പ്ലേസൊക്കെ സെറ്റ് ചെയ്തിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഷോപ്പിംഗ് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് പിന്നെ ആ വഴിക്ക് നോക്കിയില്ല. എന്തായാലും അവൾക്ക് നല്ലൊരു ടോപ്പ് കിട്ടി, നമുക്കിടാമല്ലോ. അങ്ങനെ ഡേ 2 ഇത് നമ്മൾ ലാസ്റ്റ് ഈദ് പ്രിപ്പറേഷനാണ്. ഇന്നത്തോടെ നമ്മൾ ഈ കൊല്ലത്ത് ഈദിനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഐബ്രോസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണം. ഷേപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. കാരണം എനിക്ക് ത്രെഡിങ് നല്ല പെയിൻഫുള്ളാണ്. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴേ ത്രെഡ് ചെയ്യാൻ പോകാറുള്ളൂ. അതും എനിക്ക് തോന്നണം ഒന്ന് ചെയ്താലോ. അല്ലാതെ ഞാൻ ത്രെഡിങ് സ്വയം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാറാണ് പതിവ്. അങ്ങനെ ഇന്ന് പോകുമ്പോൾ മോനും കൂടി കൊണ്ടുപോകണ്ട. അവൻ്റെ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്ട് അവനങ്ങനെ പുറത്ത് കൊണ്ടുപോകാറില്ല. അപ്പോൾ ഇന്ന് അവൻ മാറ്റിയ സന്തോഷത്തിന് ബാഗൊക്കെ കുറച്ച് സെറ്റായിരിക്കുകയാണ്. അങ്ങനെ പോണ വഴിക്ക് മോളും കൂടി ഒന്ന് പിക്ക് ചെയ്യാണ്ട് അവളങ്ങനെ വണ്ടിയിൽ നിന്നെടുത്ത്. അപ്പം മുടി വെട്ടാനാണെന്ന് പറയുമ്പോൾക്ക് മുടി കളർ ചെയ്യണമെന്ന് അവിടെ 2 ദിവസമായി പറയണേ. ഇന്ന് എന്തായാലും കളർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. അങ്ങനെ ഒരു ചോക്ലേറ്റ് കൊടുത്ത് അവളെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹലോ ഗൈസ്, ഞങ്ങൾ മുടി വെട്ടാൻ പോകാമെന്നൊക്കെ അവളിങ്ങനെ പറയണ്ടായിരുന്നു. അങ്ങനെ മുടി വെട്ടാനുള്ള കിടയിലാണ് ആൾ. ഫസ്റ്റ് നമ്മൾ മോൻ്റെ മുടിയാണ് സെറ്റാക്കിയത്. കാരണം അവൻ്റെ കഴിഞ്ഞ് അവനൊന്ന് ഒതുക്കിയിരുത്താമല്ലോ. അവൻ കുറച്ച് നേരമൊക്കെ മുടി വെട്ടാൻ കാണിച്ചു കൊടുക്കും. പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നാലും ഒരു വിധത്തിൽ നമ്മൾ സെറ്റാക്കി എടുത്ത്. ഇതാണ് മോൻ്റെ പെരുന്നാളത്തെ ഹെയർ കട്ട്. അത് കഴിഞ്ഞ് നമ്മൾ മോളെ ഹെയർ കളറിങ് ബ്യൂട്ടി പാർലറിൽ കളേഴ്സ് കുറവായിരുന്നു. റെഡും ഗ്രീനൊക്കെ ആയിരുന്നു. നമ്മൾ ബ്രൗൺ കളർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ ബ്രൗൺ കളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ താഴത്ത് മോൻ്റെ ഹെയർ കട്ട് ചെയ്ത് കൊടുത്ത് വന്ന് ചോദിച്ച്. അവിടെ അങ്ങനെ കളർ ചെയ്യണമെന്ന് കണ്ടിട്ടില്ല. അവിടെ ചോദിച്ചപ്പോൾ ഇതേപോലെ ബ്രൗൺ കളർ ഉണ്ട്, ജസ്റ്റ് ഇങ്ങനെ ലെയറായിട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ മോള് കയറിയിരുന്ന് അവളിങ്ങനെ ഭയങ്കര എക്സൈറ്റിൽ നോക്കിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ്, എന്താ സംഭവം. അവൾ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഈ കൊറിയൻസൊക്കെ ഒന്നാകെ പിങ്ക് കളറും ഗ്രീൻ കളറൊക്കെ ഹെയർ അതൊക്കെ കണ്ടിട്ട് ആ ഒരു മൈൻഡിലാണ് എൻ്റെ മുടി കളർ ചെയ്യണം, ഫുള്ളായിട്ട് കളർ ചെയ്യണം. പക്ഷെ ഇതിങ്ങനെ ചെയ്യണത് കണ്ടപ്പോൾ ഇതിൽ മിക്സ് ആക്കിങ്ങനെ ഇത് വൈറ്റ് കളറായതുകൊണ്ടും അവൾ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ഇത് എന്താ ഇപ്പോൾ ചെയ്യുന്നത്, ഇത് ഇങ്ങനെയല്ലല്ലോ, ഞാൻ കണ്ടത് ഇങ്ങനെയല്ലല്ലോ എന്നിട്ട് ഭയങ്കര ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മോൾക്കൊന്ന് ജസ്റ്റ് അവളെ പൂതിക്കൊന്ന് കളർ ചെയ്യാൻ പോയതായിരുന്നു. പക്ഷെ അവൾക്ക് ചെറിയ മോളായതുകൊണ്ട് ഹെയർ അത്ര ലെങ്ത് ഇല്ലാത്തതുകൊണ്ടും ബാലൻസ് വന്നപ്പോൾ അവർ അത് കളയണ്ടല്ലോ വെച്ചിട്ട് അവർ പറഞ്ഞു ബാലൻസ് ഉണ്ട്, വേറെ ആർക്കെങ്കിലും ചെയ്യണം, ഫ്രീ ആണ്, ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ വേഗം കയറിയിരുന്നു സിസ്റ്റർ. അവൾ ആദ്യം കളർ ചെയ്ത് വീണ്ടും ബാലൻസ് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ ബ്രഷ് ആക്കി തന്ന്. അങ്ങനെ അത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഹാപ്പി ആയിട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കളറ് ബിഗ് ബോസ് ഇതിന് ഓറഞ്ച് ഹെയറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കേടടി നടക്കുന്നു. അത് കഴിഞ്ഞ് ഫൈനൽ വീണ്ടും ത്രെഡിങ്. എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. പക്ഷെ അതൊന്ന് ഷേപ്പ് ചെയ്ത് കിട്ടാൻ ഇടയ്ക്ക് നമ്മളെക്കൊണ്ട് പറ്റാതെ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഈ ത്രെഡിങ്ങിന് പാർലറിൽ പോകല്. അങ്ങനെ അവിടെ ഒരു യുദ്ധം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു ഈദ് വ്ളോഗൊക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ.